വീഡിയോ ഒന്ന് പാസ് ചെയ്യുക, ചോദ്യം ആലോചിച്ച് നോക്കുക. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഡൽഹി ഇന്നലെ പഠിച്ചതാണ്. 3 പോയിന്റ്, ഓരോ പോയിന്റിനെയും വിശദീകരിച്ച് 2 ഭാഗങ്ങൾ വീതം. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ടേബിൾ ആണ് വേണ്ടുന്നത്. ഇന്തോ ഗാൻജറ്റിക് പ്ലെയിൻ, ദ റിവർ യമുന, ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്, ഈ 3 കാര്യങ്ങൾ വെച്ചാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവർ തൊട്ട് മുകളിലുള്ള ലിങ്ക് പരിശോധിക്കുക. 4ാമത്തെ ക്ലാസ് കാണുക. ഇന്ന് നമ്മൾ 5ാമത്തെ ക്ലാസ് ചെയ്യുന്നു. നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഡൽഹി അധികാര കേന്ദ്രമായി മാറുന്നത് 8ാം നൂറ്റാണ്ടിലാണ്. 8th സെഞ്ചുറിയിലാണ് ഡൽഹി അധികാര കേന്ദ്രമായി മാറുന്നത്. ഡൽഹിയിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന വിഭാഗക്കാർ തൊമര രാജവംശമാണ്. തൊമർ, TOMAR, തൊമർ, തൊമര രാജവംശമാണ് ആദ്യമായിട്ട് ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നത്. തൊമര രാജാക്കന്മാരെ തുടർന്ന് ഭരണത്തിൽ വരുന്നത് ചൗഹാന്മാരാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും പൃഥ്വിരാജ് ചൗഹാൻ എന്നുള്ള വേർഡ്. അദ്ദേഹം ചൗഹാൻ ഭരണാധികാരിയാണ്. പ്രശസ്തനായ ചൗഹാൻ ഭരണാധികാരിയായിരുന്നു. അവസാനത്തെ ചൗഹാൻ ഭരണാധികാരിയും പൃഥ്വിരാജ് ചൗഹാനാണ്. ഈ ചോദ്യം ചൗഹാൻ വംശത്തിലെ ലാസ്റ്റ് റൂളർ 1 മാർക്കിന് ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തൊമര രാജാക്കന്മാരുടെ ചോദ്യം സ്റ്റെപ്സ് എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലും ചോദിച്ചിട്ടുണ്ട്. 8ാം നൂറ്റാണ്ടിൽ അധികാരത്തിൽ വന്ന വിഭാഗം ഏതാണ്? ഡൽഹിയിൽ അധികാരത്തിൽ വന്നത് തൊമര രാജാക്കന്മാരാണ്. അവരെ തുടർന്ന് വന്നത് ചൗഹാന്മാരാണ്. അതിൽ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി പൃഥ്വിരാജ് ചൗഹാൻ ആണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഇംഗ്ലീഷ് മീഡിയം ഭാഗങ്ങൾ നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതിയെടുക്കാം ക്വിസ് പോലെ. ഇൻ വിച്ച് സെഞ്ചുറി ഡിഡ് ഡൽഹി ബിക്കം ദ സെന്റർ ഓഫ് പവർ? ഡൽഹി അധികാര കേന്ദ്രമായത് ഏത് നൂറ്റാണ്ടിൽ? 8th സെഞ്ചുറി. ദ തൊമര ഡൈനാസ്റ്റി വാസ് ദ ഫസ്റ്റ് റൂളേഴ്സ് ടു കം ടു പവർ ഇൻ ഡൽഹി. ഭരണത്തിൽ ആദ്യമായിട്ട് വന്നത് തൊമര ഡൈനാസ്റ്റിയാണ്. തൊമർ, TOMAR മതി, തൊമര വേണമെന്നില്ല. ഡൽഹി വാസ് നോൺ ബൈ ദ നെയിം ദില്ലിക. ഇത് സ്റ്റെപ്സിനും ചോദിച്ചിട്ടുണ്ട്, അതിനോടൊപ്പം ഓണപരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ഡൽഹി വാസ് നോൺ ആസ് ദില്ലിക. അന്നത്തെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്ന പേര് ദില്ലിക എന്നാണ്. അപ്പോൾ ഡൽഹിയുടെ പഴയ പേര് ദില്ലിക എന്നാണ്. അതിനോടൊപ്പം ഒരു പഴയ പേര് ആലോചിച്ച് വെച്ചേക്കേണ്ടത് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്താംബുൾ എന്നുള്ള പേര് ആലോചിച്ച് വെച്ചേക്കുക. 7ാം ക്ലാസ്സിന്റെ മാറുന്ന പുസ്തകത്തിലുള്ളതാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്താംബുൾ. ദ ചൗഹാൻസ് കം ടു പവർ ആഫ്റ്റർ ദ തൊമർ. തൊമർ രാജവംശത്തിന് ശേഷം, സ്പെല്ലിംഗ് നോക്കിക്കോളണേ, TOMAR, തൊമർ. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഏത് സ്പെല്ലിംഗ് ആണോ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. തൊമർ തന്നെയാണ് വായിക്കുന്നത്, എന്നിരുന്നാലും സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേക്കാം. ദ ചൗഹാൻസ് കെയിം ടു പവർ ആഫ്റ്റർ ദ തൊമർ. ദ ഫേമസ് ചൗഹാൻ റൂളർ പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ വാസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ ചൗഹാൻ ഡൈനാസ്റ്റി. നമ്മൾ 2 രാജവംശങ്ങളുടെ പേര് കേട്ടു. ഒന്ന് തൊമര രാജവംശം, 2 ചൗഹാൻ രാജവംശം. ഈ 2 രാജവംശങ്ങളും രജപുത്ര വിഭാഗക്കാരായിരുന്നു. രജപുത്രർ, രജപുത്രർ. നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ ടോപ്പിക്ക്. നമുക്ക് നാളെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. രജപുത്രർ. രജപുത്രർ എന്ന് പറയുന്നത് ക്ഷത്രിയ വിഭാഗക്കാരാണ്. മധ്യ ഇന്ത്യയിലും അതുപോലെ പടിഞ്ഞാറൻ തീരത്തും കാണപ്പെട്ടിരുന്ന ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് രജപുത്ര വിഭാഗക്കാർ. അതിലെ 2 വിഭാഗക്കാരാണ് തൊമര രാജവംശവും ചൗഹാൻ രാജവംശവും. അപ്പോൾ നാളെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് രജപുത്ര വിഭാഗക്കാരും ചൗഹാന്മാരുടെ ഭരണത്തെ തുടർന്ന് ആരൊക്കെയാണ് ഡൽഹിയിൽ അധികാരത്തിൽ വന്നത് എന്നുള്ള ടോപ്പിക്കും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഡൽഹിയിൽ അധികാരത്തിൽ വന്ന 2 രാജവംശങ്ങളായതെല്ലാം നമ്മൾ ആദ്യമായിട്ട് പുസ്തകത്തിൽ ഒരു പേര് പഠിക്കുന്നു, പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹം ലാസ്റ്റ് റൂളർ ഓഫ് ചൗഹാൻ ഡൈനാസ്റ്റി. ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ്. ഈ പോയിന്റുകൾ ആലോചിച്ച് വയ്ക്കുക. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.